ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്നെ അടിപൊളി ഒരു വർക്കൗട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ഈ വർക്കൗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കളരികളിൽ അഖാഡകളിലൊക്കെ നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിലും നമ്മുടെ കളരികളിലും അഖാഡകളിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കുന്നൊരു വർക്കൗട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഹനുമാൻ ദണ്ഡ് എന്നാണ്. ഹനുമാൻ ദണ്ഡ് എന്നാണ് അതിന് പൊതുവെ പറയുന്നത്. അതിൻ്റെ വേറെയുള്ള പേരുകളൊന്നും കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പം ഈ വർക്കൗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് ഈ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ 2 ദിവസം പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വർക്കൗട്ട് പിന്നെ തുറന്നു പോകുള്ളൂ. കാരണം ഇത് കണ്ടിന്യൂ ആയിട്ട് ഈ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത്രത്തോളം നമ്മുടെ ഫുൾ ബോഡിയും ആക്ടിവേഷൻ ആക്കുന്നത് നല്ല കിട്ടുന്ന വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നല്ല കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക. അപ്പം നല്ല അടിപൊളി വർക്കൗട്ടാണ്. അപ്പം ഇത് യഥാർത്ഥത്തിലൊരു വർക്കൗട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കൗട്ടായിട്ടല്ല ഇതിനെ കാണുന്നത്. ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയമായിട്ടുള്ള രീതിയിലൊക്കെ ആണ് ഇതിനെ പറയപ്പെടുന്നത്. പക്ഷേ വർക്കൗട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലോട്ട് പോകും. ഞാൻ വർക്കൗട്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പുഷപ്പിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ വരിക, ബോഡിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ അതാണ്ട് എൻ്റെ കാലിപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ പതുക്കെ താപ്പോട്ട് വരിക, പുഷപ്പിൻ്റെ പൊസിഷൻ ആൻഡ് ഒരു കോബ്ര സ്ട്രെച്ച്. ഈ സ്ട്രെച്ച് ചെയ്ത് മേളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഏത് കാലാണോ ഫ്രണ്ടിലോട്ടിരിക്കുന്നത് ആ കാലിൻ്റെ വശത്തോട്ട് വേണം നിങ്ങളുടെ നെക്ക് പോകാനായിട്ട്. കണ്ടില്ലേ, ഇതാണ് കാല് ഫ്രണ്ടിലോട്ട് വന്നു. അതിനുശേഷം ഒരു പുഷപ്പ്, കോബ്ര സ്ട്രെച്ചിങ് ആൻഡ് നെക്ക് ആ വശത്തോട്ടാണ് തിരിയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഹനുമാൻ ദണ്ഡ് എന്ന് പറയുന്ന വർക്കൗട്ട്. സൂപ്പർ വർക്കൗട്ടാണിത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ താപ്പോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മേളിലോട്ട് നിങ്ങൾ വരുന്ന സ്ട്രെച്ച് ചെയ്ത് മേളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. അപ്പം ഇതാണ് നമ്മൾ തുടക്കക്കാർ ഇങ്ങനെ ചെയ്ത് പഠിക്കുക. വളരെ സാവധാനത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒരു 20 റെപ്സൊക്കെ വെച്ചിട്ട് 3 സെറ്റൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ രീതിയിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യരുത് ഒരു കാരണവശാലും. ഓക്കെ, ഇത് തെറ്റായിട്ടുള്ള ഒരു ഫോമാണ്. കാരണം നമ്മുടെ കാല് ഒരുപാട് മുമ്പിലോട്ട് കയറ്റി വെച്ച് നമ്മുടെ കൈ കൊണ്ട് തട്ടിക്കുക. അതാണ്ട് ഇത് ഇങ്ങനെ ഒരിക്കലും കാല് കൊണ്ടുവരരുത്. അത് നിങ്ങളുടെ ഹിപ്പിനും ലോവർ ബാക്കിനും നല്ല പ്രശ്നങ്ങളുണ്ടാക്കും, ഇഞ്ചുറി ഉണ്ടാക്കും. നിങ്ങളുടെ കാലെന്ന് പറയുന്നത് ഇതാണ്ട് ഇത്രയും മാത്രമാണ് മുമ്പിലോട്ട് വരേണ്ടത്. ഒരിക്കലും കാല് മുമ്പിലോട്ട് കയറ്റി ഫ്രണ്ടിലോട്ട് ഒരുപാട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ അത് ഇഞ്ചുറീസിന് കാരണമാകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ സാവധാനത്തിൽ കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, പുഷപ്പിൻ്റെ പൊസിഷൻ ആൻഡ് സ്ട്രെച്ചിങ്. ഓക്കെ, നിങ്ങൾ താപ്പോട്ട് വരും, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇതാണ് അപ്പോൾ ഈ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് ഫോളോ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഇത് നമ്മുടെ അഖാഡകളിലും കളരികളിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കുന്ന വർക്കൗട്ടുകളാണ്. നല്ല ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക്, അതിനൊക്കെ തന്നെ നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലൊരു എക്സസൈസാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നല്ലോണം പഠിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ച് ദിവസങ്ങളൊക്കെ കൊണ്ട് പതുക്കെ പഠിച്ചെടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഈ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. സ്റ്റാമിന, നിങ്ങളുടെ ആ ഒരു മസിലിൻ്റെയൊക്കെ ആ ഒരു പവർ, ആ ഒരു കരുത്ത് ഒക്കെ വളരെയേറെ വർദ്ധിക്കും. നിങ്ങൾക്ക് നല്ല കപ്പാസിറ്റി ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഫുൾ ബോഡി എൻഗേജ്ഡ് ആക്കുന്ന നല്ല അടിപൊളി വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്താണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഫാസ്റ്റായിട്ടുള്ള രീതിയിലോട്ട് പോവുക. നിങ്ങളൊരു 3 സെറ്റൊക്കെ നിങ്ങൾ ചെയ്യുക. അതേ കണക്ക് തന്നെ ഈ വർക്കൗട്ട് ഒരു ദിവസം ചെയ്തതിന് ശേഷം പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇനി പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.